ഇന്ന് നാം പ്രത്യേകമായി ശാന്തി പ്രഭാഷണത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന അവസരത്തിൽ ഇതിനെല്ലാം കാരണഭൂതനായ അഭിമന്യ ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ജീവിതത്തെയും പ്രവർത്തനത്തെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നതായിട്ടുള്ള അവസരമാണ്. തിരുമേനിയുടെ ആത്മകഥയായ ഓർമ്മകളുടെ ഇടനാഴികളിലൂടെ എന്ന പുസ്തകത്തിൽ തിരുമേനി പ്രകാരം ഒരു പ്രാർത്ഥന കുറിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങയെ കൂടുതൽ അനുധാവനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കാലുകൾ ബലഹീനമാണ്. പ്രിയ കർത്താവെ, എനിക്ക് ശക്തി നൽകൂ. അങ്ങയുടെ യഥാർത്ഥ ശിഷ്യനാകുവാൻ എനിക്ക് പ്രാപ്തി നൽകൂ. ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന ഇതാണ്. തിരുമേനിയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകൾ പറയുന്നതിനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കട്ടെ. ഒന്ന്, ആൻ എംപത്തറ്റിക് ടീച്ചർ, സഹാനുഭൂതിയുള്ള ഒരു ഗുരു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അഭിമന്യ ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് തിരുമേനി ഒരു നല്ല അധ്യാപകനായിരുന്നു. അധ്യാപനത്തെ കേവലം ഒരു കടമയ്ക്കപ്പുറം തിരുമേനി അതൊരു ദൈവിക വിളിയായിട്ടും നിയോഗമായിട്ടും കാണുകയും അപ്രകാരം ജീവിക്കുകയും ചെയ്തു. തിരുമേനിയുടെ ചിന്തയുടെ വ്യക്തതയും സംസാരത്തിൻ്റെ ലാളിത്യവും ചേർന്ന ഒരു സ്കൂൾ അധ്യാപകനായി തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചതായുള്ള തിരുമേനി ആഴമായ സത്യങ്ങൾ തൻ്റെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി. തലമുറകളെ പഠിപ്പിക്കുന്നതിനും അവരെ രൂപപ്പെടുത്തുന്നതിനും തിരുമേനി ഉത്സാഹിച്ചു. തിരുമേനിയുടെ ജീവിതം തന്നെയായിരുന്നു തിരുമേനിയുടെ ക്ലാസ് മുറി. പെരുമ്പാവൂരിലെ ആശ്രമം ഹൈസ്കൂളിൻ്റെ ഇടനാഴികൾ ഇപ്പോഴും തിരുമേനി തൻ്റെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയ ജീവിത പാഠങ്ങൾ പ്രതിധ്വനിപ്പിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. രണ്ട്, ആൻ എറ്റേണൽ സ്റ്റുഡൻറ്റ്, ഒരു നിത്യ വിദ്യാർത്ഥി. ഒരു ഗുരുവാണെങ്കിലും തിരുമേനി ഒരു നിത്യ വിദ്യാർത്ഥിയായിരുന്നു. തിരുമേനി ഒരിക്കലും അറിവിനായിട്ടുള്ള അതിൻ്റെ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകളെപ്പോഴും ജിജ്ഞാസയാൽ തിളങ്ങിയിരുന്നു. കാണുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ദർശിക്കുന്നതിനായിട്ടും അറിയുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഹൃദയത്തിൽ ഒപ്പിയെടുക്കുന്നതിനായിട്ടും തിരുമേനി ശ്രമിച്ചതിൻ്റെ ഫലമായി അത്ഭുത പ്രവൃത്തികൾ തൻ്റെ ജീവിത കാലയളവിൽ നിറവേറ്റുവാനിടയായി തീർന്നു എന്നത് ചരിത്രം സാക്ഷിക്കുന്നു. എനിക്കെല്ലാം അറിയില്ല, പക്ഷേ ഞാൻ എപ്പോഴും പഠിക്കുവാൻ തയ്യാറാണ് എന്ന് പറയാറുള്ള ഹൃദയവിശാലത തിരുമേനിക്ക് ഉണ്ടായിരുന്നു. എപ്പോഴും പുത്തൻ അറിവുകൾ ദിനംതോറും നേടുന്നതിനായിട്ടുള്ള ദിനരാത്രങ്ങളിലുള്ള തിരുമേനിയുടെ വായനാശീലം നമുക്കെല്ലാവർക്കും പരിചയമുള്ളതായിട്ടൊന്നാണ്. ശിഷ്യത്വം ഒരിക്കലും പൂർണ്ണമല്ല എന്നതും അതെല്ലായ്പ്പോഴും ഒരു യാത്രയാണെന്നും അത് ക്രിസ്തുവിൻ്റെ പാഠശാലയാണെന്നും തിരുമേനി നമ്മെ പഠിപ്പിച്ചു, ഓർമ്മിപ്പിച്ചു. ദ സ്കൂൾ ഓഫ് ക്രൈസ്റ്റ്. മൂന്നാമത്, എ വിഷണറി ഫോർ എക്സലൻസ്, ഒരു മികവാർന്ന ദാർശനികനായിരുന്നു തിരുമേനി. സുവിശേഷ ദൗത്യത്തിൻ്റെ ആഴത്തിൽ വേരൂന്നിയതും അതേസമയം ആനുകാലിക പരിസരങ്ങളോട് ചലനാത്മകമായി ഇടപഴകുന്നതുമായൊരു സഭയെക്കുറിച്ച് തിരുമേനി എപ്പോഴും സ്വപ്നം കണ്ടു. പരമ്പരാഗതവും എന്നാൽ കാലികവും, ട്രഡീഷണൽ യെറ്റ് റെലവൻറ്റ്, പ്രാദേശികവും എന്നാൽ ആഗോളവും, ലോക്കൽ യെറ്റ് ഗ്ലോബൽ, വിശ്വസ്തതയിൽ എന്നാൽ ധീരവുമായ, ഫെയ്ത്ത്ഫുൾ യെറ്റ് ബോൾഡ് ഒരു മാർത്തമ സഭയെ തിരുമേനി സ്വപ്നം കണ്ടത് അപ്രകാരമായിരുന്നു. തിരുമേനിയുടെ നേതൃത്വം, മിഷൻ, വിദ്യാഭ്യാസം, എക്യുമെനിക്കൽ സംവാദം, ഈ മേഖലകളിലെല്ലാം നവവാതായനങ്ങൾ തുറക്കുവാനായിട്ട് തിരുമേനിക്കിടയായി. തിരുമേനിയുടെ ദർശനങ്ങൾ എല്ലായ്പ്പോഴും പ്രായോഗികവും പരിവർത്തനങ്ങൾക്ക് ലോകത്തെ നയിക്കുന്നതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മിഷൻ്റെ വ്യാപ്തി ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചക്രവാളങ്ങൾക്ക് അപ്പുറവുമായിരുന്നു. നരസാപുരം മിഷനും സ്കൂളും, മീവ പദ്ധതി, വിധവകൾ, വിഭാര്യ, വിധ എന്നിവർക്കുള്ള കരുതൽ, ഹെൽപ്പ്, ഉന്നത വിദ്യാഭ്യാസ വായ്പാ പദ്ധതി, DDP, ദളിത് വികസന പദ്ധതി, ഇന്ന് നാം കൂടി വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ഈ ശാന്തിഗിരി ആശ്രമം, മിഷൻ പ്രവർത്തനങ്ങളെ ചലനാത്മകമാക്കുന്ന ആറാട്ടുപുഴയിലുള്ള തരംഗം മിഷൻ കേന്ദ്രം,
നവദർശൻ, ഡി അഡിക്ഷൻ പ്രോജക്റ്റ്, ശ്രേയസ്, കരുതൽ, ഇങ്ങനെ തുടരുന്നു തിരുമേനി ആരംഭിച്ചിട്ടുള്ളതായിട്ടുള്ള പദ്ധതികൾ. തിരുമേനിയുടെ പദ്ധതികൾക്ക് പേരിടാൻ അക്ഷരമാലയിൽ അക്ഷരങ്ങൾ തീർന്നു പോയോ എന്ന് ഞാൻ പലപ്പോഴും സന്ദേഹിച്ചിട്ടുണ്ട്. സഭയെക്കുറിച്ചുള്ള തിരുമേനിയുടെ ദർശനം അപ്രകാരമായിരുന്നു. 4, എ ചാമ്പ്യൻ ഓഫ് എക്യുമെനിസം. എക്യുമെനിസത്തിൻ്റെ പര്യായമായി പലരുടെയും മനസ്സിൽ ആദ്യം വരുന്ന പേര് തിരുമേനിയുടേതായിരിക്കും. അത് എക്യുമെനിസത്തിൻ്റെ ചാമ്പ്യനായി നിലകൊണ്ടു. ലോക എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിലെ ഏറ്റവും തിരിച്ചറിയാവുന്ന മാർത്തോമാ മുഖങ്ങളിൽ ഒരാളായിരുന്നു നമ്മളുടെ സക്രിയാസ് തിരുമേനി. അഖില ലോക സഭാ കൗൺസിലോ ഏഷ്യയിലെ ക്രിസ്ത്യൻ കോൺഫറൻസിലോ NCCI, KCC എന്നുവേണ്ട നമ്മുടെ സഹോദരി സഭകളുമായിട്ടുള്ള സംഭാഷണങ്ങളോ ആകട്ടെ, തിരുമേനി മാർത്തോമാ പൈതൃകം അന്തസ്സോടെ അവിടെയെല്ലാം ഉയർത്തിപ്പിടിച്ചു. തിരുമേനിയെ സംബന്ധിച്ചോളം ഐക്യമെന്നത് നയതന്ത്രം മാത്രമായിരുന്നില്ല, അതൊരു ഡിസിപ്ലിനും ഡിസൈപ്പിൾഷിപ്പും ആയിരുന്നു. 5, എ ഫ്രണ്ട് ഓഫ് ദ പുവർ. തിരുമേനി ആഗോള വേദികളിൽ മാത്രമല്ല, ദരിദ്രരുടെ കുടിലുകളിലും ഒരുപോലെ സ്വീകാര്യനായിരുന്നു. തിരുമേനി പാവപ്പെട്ടവരുടെ സുഹൃത്തായിരുന്നു എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ലല്ലോ. ബലിപീഠത്തിൽ നാം കഴിക്കുന്ന വിശുദ്ധ അർപ്പണങ്ങൾ നീതിയുടെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും പ്രവൃത്തികളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് തിരുമേനി എല്ലായ്പ്പോഴും വിശ്വാസ സമൂഹത്തെ ഓർമ്മിപ്പിച്ചു. ദാനധർമ്മത്തിൽ മാത്രം അദ്ദേഹം തൃപ്തനായിരുന്നില്ല. എല്ലാവരുടെയും അന്തസ്സും ഉയർച്ചയും തിരുമേനി ആഗ്രഹിച്ചു. ആവശ്യത്തിലിരിക്കുന്ന ഒരാളെ കണ്ടുമുട്ടിയാൽ ആ വ്യക്തിയുടെ ആവലാതി പരിഹരിക്കുന്നതുവരെ തിരുമേനി അസ്വസ്ഥനായിരിക്കും എന്നത് തിരുമേനിയെ തൊട്ടറിയാവുന്ന ആളുകൾക്ക് പരിചയമുള്ളതായിട്ടുള്ള ഒന്നാകുന്നു. 6, ആട്ടിൻകൂട്ടത്തെ അറിയുന്ന ഉത്തമ ഇടയൻ, എ ഷെപ്പേർഡ് ഹൂ നോസ് ദ ഫ്ലോക്ക്. ഒരു സഭാമേലധ്യക്ഷൻ എന്ന നിലയിൽ തൻ്റെ ജനത്തെ അറിയുന്ന ഒരു ഉത്തമ ഇടയനായിരുന്നു നമ്മളുടെ സക്രിയാസ് തിരുമേനി. ആരെയും മനഃപൂർവ്വമായിട്ട് അകറ്റി നിർത്തിയിരുന്നില്ല. അദ്ദേഹം ജനങ്ങളുടെ അരികിലേക്ക് നടന്ന് അടുക്കുകയായിരുന്നു. അവരുമായിട്ട് ഭക്ഷണം പങ്കിട്ടു, അവരുടെ വേദനകൾ അറിഞ്ഞു, അവരോടൊപ്പം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. പല കുടുംബങ്ങൾക്കും തിരുമേനിയുടെ സ്നേഹ സാന്നിധ്യത്തിൻ്റെയും കൈത്താങ്ങലിൻ്റെയും ആശ്വാസവാക്കുകളുടെയും ഓർമ്മകൾ ഇന്ന് പങ്കിടുവാനായിട്ടുണ്ട്. തൻ്റെ മെത്രാൻ പദവി അദ്ദേഹം ഒരു സിംഹാസനമായിട്ടല്ല, മറിച്ച് സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെയും സൗഖ്യമാക്കലിൻ്റെയും ഇടമായിട്ട് കരുതി. തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ സച്ച് എ മാൻ ഡിഡ് ലിവ് എന്ന പുസ്തകത്തിൽ പങ്കുവച്ച അനുഭവങ്ങൾ അദ്ദേഹം ഒരു സമർപ്പിത ഇടയൻ ആണെന്നുള്ളതിൻ്റെ വ്യക്തതയുടെ സാക്ഷ്യമാണ്. എല്ലാറ്റിനും ഉപരിയായിട്ട് തിരുമേനിയുടെ ജീവിതം തന്നെ ഒരു പാഠപുസ്തകമാണ്. തിരുമേനിയുടെ ലാളിത്യത്തിൽ ലോകം മഹത്വം കണ്ടു, അദ്ദേഹത്തിൻ്റെ ബലഹീനതയിൽ ലോകം ശക്തി കണ്ടു, അദ്ദേഹത്തിൻ്റെ നർമ്മത്തിൽ ലോകം ജ്ഞാനം കണ്ടു, അദ്ദേഹത്തിൻ്റെ നിശബ്ദതയിൽ ലോകം പ്രാർത്ഥന ശ്രവിച്ചു. തിരുമേനിയുടെ ആത്മഭാരത്തിൽ പുത്തൻ ദൗത്യസരണികൾ രൂപപ്പെട്ടു. സക്രിയാസ് തിരുമേനി ക്രിസ്തുവിൻ്റെ മനസ്സിന് ഇണങ്ങിയ ആചാര്യനായിരുന്നു. അനുസരണം, വിനയം, പാണ്ഡിത്യം, ദർശനം, സ്നേഹം എന്നിവയുടെ ഒരു വിളനിലം. പിന്നീട് അദ്ദേഹം നിത്യമഹത്വത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ 10ാം വർഷമാണിത്. ഈ അവസരം തിരുമേനിയുടെ അനുഗ്രഹീത ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നാം കർമ്മനിരതരായിട്ട് തീരണം. സക്രിയാസ് തിരുമേനിയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല അനുസ്മരണം ചില വാക്കുകളിൽ പരിമിതപ്പെടുത്തുന്നതിനായിട്ട് നാം ശ്രമിക്കരുത്, മറിച്ച് നമ്മളുടെ പ്രവൃത്തികൾ അത് പ്രതിഫലിപ്പിക്കണം. അങ്ങനെ ചെയ്താൽ തിരുമേനി തുടക്കമിട്ട ശുശ്രൂഷകളുടെ അനുഗ്രഹീതമായുള്ള തുടർച്ച ഇന്ന് നമ്മിലൂടെ സാധ്യമായിട്ട് തീരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും വളരെ നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെയും എന്നേക്കും പ്രകാശിക്കും. ദൈവവചനത്തിലെ വാക്യമാണിത്. എന്നാൽ ഇത് നമ്മുടെ ഭാഗ്യസ്മരണീയനായ ഗീവറിസ്മ അത്തനേഷ്യസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി ഉദ്ധരിച്ചപ്പോൾ സക്രിയാസ് മാർ തിയോഫിലസ് തിരുമേനിയെ
വർണ്ണിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഈ കാലഘട്ടത്തിൽ ശിഷ്യരാകുവാനായിട്ടുള്ള ശക്തി ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ദർശനം തുടർന്നും നമ്മെ നയിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതം തുടർന്നും നമുക്ക് മാതൃകയാകട്ടെ. പീസ് ഇൻ ഹാർമണി എന്ന വിഷയമാണ് ഇന്ന് മുഖ്യ പ്രഭാഷണത്തിൻ്റെ ചിന്താവിഷയം. ലോകത്തെ വളരുന്ന അശാന്തിയാണ് ഈ കാലഘട്ടം നേരിടുന്നതായിട്ടുള്ള ഇന്നത്തെ വെല്ലുവിളി. ആഗോളതലം മുതൽ സമൂഹത്തിൻ്റെ ചെറുപതിപ്പായ കുടുംബങ്ങൾ വരെ അസഹിഷ്ണുതയുടെ വിത്ത് മുളയ്ക്കുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന് ഏറെ അനുയോജ്യമായ വിഷയമാണ് ഇന്ന് നമ്മുടെ ആദരണീയനായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രതിപാദിക്കുന്നത്. ഒരിക്കൽ കൂടി നമ്മുടെ സക്രിയാസ് തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ ഉരുവിടട്ടെ. ഒന്ന്, ഹി വാസ് ആൻ എംഫാറ്റിക് ടീച്ചർ. രണ്ട്, ഹി വാസ് ആൻ ഇറ്റേണൽ സ്റ്റുഡൻറ്റ്. 3, ഹി വാസ് എ വിഷണറി പാർ എക്സലൻസ്. 4, he was a champion of ecumenism. 5, he was a friend of the poor. 6, a shepherd who knows the flock. അതിനുപരിയായിട്ട് തിരുമേനിയുടെ ജീവിതം തന്നെ നമുക്കൊരു പാഠപുസ്തകമാണ് എന്നതും പറയുന്നതിനായിട്ട് അത്രേ ഞാൻ ശ്രമിച്ചത്. ഈ ചിന്തകൾ നമ്മെ ഓരോരുത്തരെയും ധന്യമാക്കട്ടെ. ഈ അനുഗ്രഹ പ്രഭാഷണം ഏറ്റവും അനുഗ്രഹീതമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് കൃപ നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.